എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില വൈദികരുടെ അനുസരണക്കേട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രയാസത്തിലാക്കിയിരുന്നെന്ന് ഇപ്പോൾ ഫാദർ തേലക്കാട് മൊഴിയുമ്പോൾ അതിനുള്ള വിശ്വാസികളുടെ മറുപടി സാത്താൻ ഇപ്പോഴും പല രൂപത്തിലും ഭാവത്തിലും അവതരിക്കും, അവനെ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല എന്ന് മാത്രം. അതിന് കാരണമുണ്ട്. വിമതരുടെ കടുത്ത വക്താവായിരുന്നു അടുത്ത കാലം വരെ ഫാദർ തേലക്കാട്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റി? എന്തുകൊണ്ട് അദ്ദേഹം ഇത് രൂപതയ്ക്കെതിരെ അധികാരത്തിനെതിരെ തിരിയുന്നു? എന്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ അത് നല്ലപോലെ ചമയിപ്പിക്കുന്നു? അതിരൂപതയിലെ പ്രശ്ന പരിഹാരത്തിനായി മാർപ്പാപ്പ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും 2 പ്രാവശ്യമെങ്കിലും എറണാകുളം അതിരൂപത തള്ളിക്കളഞ്ഞെന്നും അത് അതിരൂപതയ്ക്കും മാർപ്പാപ്പയ്ക്കും ഗൗരവകരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്നുമാണ് ഇപ്പോൾ ഫാദർ തേലക്കാട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുസ്മരണത്തിൽ സത്യദീപത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ആ തേലക്കാടന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഈ സഭയുടെ സിനഡും അധികാരികളുമായി ഉണ്ടായ സംഘർഷത്തിൽ 2 തവണയെങ്കിലും മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ അതിരൂപത അവഗണിച്ചെന്നത് വസ്തുതയാണ്. അതിൽ അതിരൂപതയും മാർപ്പാപ്പയും ഒന്നുപോലെ പ്രയാസത്തിലായി. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പരാജയമായിരുന്നു സ്ഥാപിക്കാനായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഈ വിഷയം എടുത്തിട്ടു. അദ്ദേഹത്തിന്റെ കൽപ്പനകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നതാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പാപ്പയുടെ സ്വാധീനക്കുറവിന് തെളിവായി എടുത്ത് പ്രയോഗിച്ചത്. മാർപ്പാപ്പയുടെ കൽപ്പനകൾ ധിക്കരിക്കുകയും മാർപ്പാപ്പയ്ക്കെതിരായി നെറുകെട്ട സമരങ്ങൾ നടത്തുകയും ചെയ്ത എറണാകുളത്തെ വിമത വൈദികരുടെ നേതാവായിരുന്നു ഈ തേലക്കാട്. അവരെ നിയന്ത്രിച്ചില്ല എന്ന പേരിൽ അവർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറ്റപ്പെടുത്തിയെന്ന് തേലക്കാടൻ ഇപ്പോൾ പറയുന്നു. പാപ്പയുടെ മരണത്തിനനുസരിച്ച് അനുസ്മരണത്തിൽ പോലും ഫാദർ തേലക്കാട് ഇത്രയേറെ വിദ്വേഷം കുത്തി നിറയ്ക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാരണമുണ്ട്. ഇത് സത്യദീപം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും എന്തോ ഒരു കാരണമുണ്ട്. എറണാകുളത്തെ വിഘടിത വിമത വിഭാഗത്തിന് ഇപ്പോഴും പാപ്പയോട് മാർപ്പാപ്പയോട് എത്രമാത്രം വിദ്വേഷമുണ്ടെന്ന് ഇതിലൂടെ വ്യക്തമാകും. സമാന്തര രൂപതകൾ സ്ഥാപിച്ച് ആഗോള കത്തോലിക്ക സഭ അട്ടിമറിക്കാൻ വിമതർ ശ്രമിച്ചപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്തതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന് കിട്ടിയതോ അനുസരണക്കേട്, കടുത്ത വിശ്വാസവഞ്ചന എറണാകുളത്തെ രൂപതയിൽ നിന്നും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വിശ്വാസികൾ ജാഗ്രത പാലിക്കണം. നിയമങ്ങൾ വളച്ചൊടിക്കുകയും പാരമ്പര്യങ്ങൾ ശത്രുക്കളുടെ നിർദ്ദേശത്തിനനുസരിച്ച് വിളമ്പുന്നതുമൊക്കെ ക്രിസ്തുവിന്റെ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇത് അതേപോലെ നടക്കുന്നു. ഫാദർ തേലക്കാടൻ ഇപ്പോൾ വിമതരുടെ പക്ഷം മാറിയതാണോ അതോ വിമതരുടെ പക്ഷത്ത് നിന്ന് നിലപാട് മാറ്റിയതാണോ? ഇത്ര കാലം വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം അവർ വിമതരായിരുന്നു. പെട്ടെന്ന് അവർ വിമത നേതാക്കൾ പാസ്റ്ററൽ സെക്രട്ടറി ആകുന്നു, പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളാകുന്നു. അങ്ങനെ അവർ അതിരൂപത ഭരണാധികാരികളായ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിൻ്റെയും ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ പാംബ്ലാനിയുടെയും ഒക്കെ വലങ്കയും ഇടത് കൈയുമായി മാറും. അതിനിടയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുസ്മരണത്തിൽ ഇതാ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, എറണാകുളം വിമതരുടെ ചില നീക്കങ്ങൾ, സിനഡിലെ മെത്രാന്മാരുടെ അന്നത്തെ ഏകീകൃത കുർബാന നടപ്പാക്കേണ്ട എന്ന ചില തീരുമാനങ്ങൾ പാപ്പയ്ക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ വിമതർ വന്നിട്ടുണ്ടെങ്കിൽ, ഫാദർ തേലക്കാട് വന്നിട്ടുണ്ടെങ്കിൽ, ഫാദർ തേലക്കാട് വിമത പക്ഷത്ത് നിന്ന് കൂറുമാറിയതല്ല. ഫാദർ തേലക്കാട് ഇപ്പോഴത്തെ അതിരൂപത ഭരണാധികാരികളെ വീണ്ടും കുറ്റപ്പെടുത്തി തുടങ്ങിയോ എന്നതാണ് ഇപ്പോൾ വിശ്വാസികളുടെ സംശയം. അങ്ങനെയാണെങ്കിൽ ഇതാ വിമതർ വീണ്ടും തങ്ങളുടെ ഏതോ ഒരു ആവശ്യം, ഏതോ ഒരു ആഗ്രഹം, അത് ഏതോ ഒരു ലക്ഷ്യം വിമത വിഭാഗം എറണാകുളം അങ്കമാലി അതിരൂപത അധികൃതർക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പരിശുദ്ധ പിതാക്കന്മാർ കേട്ട മട്ടും നടിച്ചില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാകാം ഇപ്പോൾ വീണ്ടും അവർ കൊണ്ടു തിരിഞ്ഞിരിക്കുന്നത് അങ്കമാലി അതിരൂപത അധികാരികൾക്കെതിരെ. അങ്ങനെ വേണം അതിനെ കരുതാൻ. പക്ഷേ എന്തായിരുന്നു വിമതരുടെ ഏറ്റവും പുതിയ ആഗ്രഹം എന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും പലരും നിറം മാറിയും ഭാവം മാറിയും പക്ഷം മാറിയും ഒക്കെ വരാനിടയുണ്ട് ഇനി അങ്ങോട്ടും. അതുകൊണ്ട് വിശ്വാസികളോട് പറയാനുള്ളത്, നിങ്ങൾ കർത്താവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വളരെ സുരക്ഷിതരായിരിക്കുവിൻ എന്ന് മാത്രം.